ലിജു, താങ്കൾക്ക് മറുപടി പറയാം. തീർച്ചയായും എന്നെ ഒന്ന് പൂർത്തീകരിക്കാൻ അനുവദിക്കണം. അപ്പോൾ ആദ്യം ശ്രീ രാജേഷിനോട് എനിക്ക് പറയാനുള്ളത്, 2008 ഇൻഡോ അമേരിക്ക ന്യൂക്ലിയർ ഡീൽ ഉണ്ടായി. നിങ്ങൾ എതിർത്തു, ഇന്ത്യയിലെ ഇടതുപക്ഷം എതിർത്തു. ഇന്ത്യയിലെ ഇടതുപക്ഷം എതിർത്തിട്ടും ഞങ്ങളുടെ ഗവൺമെന്റിനുള്ള പിന്തുണ പിൻവലിച്ചിട്ടും ആ ന്യൂക്ലിയർ ഡീലിൽ ഞങ്ങൾ ഒപ്പുവെച്ചു. UPA ഗവൺമെന്റ് ഒപ്പുവെച്ചു. എന്തുകൊണ്ടാണ്? ഒരു തീരുമാനം എടുത്തു നടപ്പിലാക്കും. നിങ്ങളുടെ എതിർപ്പ് അവിടെ പ്രശ്നമല്ല. രാജേഷ് പറഞ്ഞു ശിവശങ്കർ മേനോൻ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിക്ക് കത്തെഴുതി ആണവ വിതരണക്കാരെ ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കുമെന്ന്. എന്നാ കത്തെഴുതി എന്ന് പറയുന്നത് 2008. 2010 ഞങ്ങൾ പാസാക്കിയ നിയമത്തിൽ സെക്ഷൻ 17A പ്രകാരം ന്യൂക്ലിയർ ഓപ്പറേറ്റേഴ്സിനെയും സെക്ഷൻ 17B പ്രകാരം ന്യൂക്ലിയർ വിതരണക്കാരെയും കൃത്യമായി ഉൾപ്പെടുത്തി എന്ന് പറയുമ്പോൾ അപ്പോൾ രാജേഷ് പറയുന്നത് ഞങ്ങളുടെ എതിർപ്പുണ്ടാ. എങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എതിർപ്പ് കാരണം ഞങ്ങൾ 2008 ഇൻഡോ അമേരിക്ക ന്യൂക്ലിയർ ഡീൽ ഉപേക്ഷിക്കുമായിരുന്നില്ലേ? അപ്പോൾ ന്യൂക്ലിയർ കരാർ ഒപ്പിടാൻ ഇച്ഛാശക്തി ഉണ്ടായിരുന്ന UPAക്ക് 17B ഉൾപ്പെടുത്താനും ഇച്ഛാശക്തി ഉണ്ടായിരുന്നു. ഇന്ന് അമേരിക്കൻ കമ്പനികൾ ആവശ്യപ്പെടുന്നത് ആ 17B ഒഴിവാക്കണമെന്നാണ്. 17B ഒഴിവാക്കുന്നതിനെ സംബന്ധിച്ച് ഇപ്പം വഹൻവതി ഒരു നിയമോപദേശം നൽകുന്നിട്ടുണ്ട്. വഹൻവതി പറയുന്നത് അത് ഓപ്പറേറ്റേഴ്സിന് തീരുമാനിക്കാം. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്, രാജേഷിൻ്റെ ചോദ്യം ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്, സെക്ഷൻ 17B ഒരു കാരണവശാലും UPA ഗവൺമെൻറ് ഒഴിവാക്കുകയില്ല എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. കാരണം അത് ഈ ന്യൂക്ലിയർ ഉപകരണങ്ങൾ നൽകുന്ന, റിയാക്ടറുകൾ നൽകുന്ന വിദേശ കമ്പനികൾക്ക് ബാധ്യത കൊടുക്കുന്ന ആ സെക്ഷൻ ഒഴിവാക്കുന്നത് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. നിയമം 17Bയിലെ ആ ക്ലോസ് തന്നെയാണ് ആ നിയമത്തിന്റെ കാതൽ എന്ന് പറയുന്നത്. അത് തന്നെയാണ് അതിലെ ലൂപ്പ് ഹോളും. ശരിയല്ലേ? അതെ, അതാ ഞാൻ പറഞ്ഞത്. 17B വന്നത് എങ്ങനെയാണെന്ന് ലിജുവിന് മാത്രമേ ഒരുപക്ഷെ അറിയാതിരിക്കൂ, ബാക്കി എല്ലാവർക്കും അറിയാം. കാരണം 17B സർക്കാർ ആദ്യം ഉദ്ദേശിച്ചിരുന്നതല്ല. വലിയ പ്രതിഷേധം ഉയർന്നു വന്നപ്പോഴാണ്, അതുകൊണ്ടാണല്ലോ 17B ആയിട്ടത്. 17B ആയിട്ട് വരുന്നത് 17Aയിൽ അല്ല. നിങ്ങൾ അതൊക്കെ ബാലിശമായിട്ടുള്ള വാദമാണ് ലിജു. ഒറ്റ ചോദ്യത്തിന് ലിജു പറഞ്ഞില്ല വിതരണക്കാരുടെ ബാധ്യത വേവ് ചെയ്യാനുള്ള വകുപ്പ് കരാറിൽ ഉൾപ്പെടുത്തിയാൽ അത് രാജ്യദ്രോഹപരമാണ് എന്ന് ലിജു സമ്മതിക്കുമോ? ഒറ്റ ചോദ്യം. പ്രേക്ഷകർക്ക് വ്യക്തമാവാൻ വേണ്ടി കുറച്ചുകൂടി ലളിതമായി ചോദിക്കുകയാണ്. ആണവോർജ ഏജൻസികൾ, രാജ്യത്തിന്റെ ആണവോർജ ഏജൻസികൾ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ളതാണ്. സർക്കാർ നിയന്ത്രണത്തിലുള്ള ഈ ഏജൻസികൾ, ഓപ്പറേറ്റർമാർ, അതിലെ വിതരണക്കാർക്ക് ആണവ ബാധ്യതാ നിയമത്തിൽ നിന്നുള്ള ഒഴിവ് നൽകിയാൽ യഥാർത്ഥത്തിൽ സർക്കാർ തന്നെയാണ് ആ ഒഴിവ് നൽകുന്നത്. അപ്പോൾ ഈ നിയമം വെറും കടലാസിലെ ഏട്ടിലെ പശുവായി മാറുകയല്ലേ? അല്ല, ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞല്ലോ, വഹൻവതിയുടെ നിർദ്ദേശം, വഹൻവതി പറഞ്ഞിരിക്കുന്നത് ഓപ്പറേറ്റർമാർക്ക് തീരുമാനിക്കാമെന്നാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അത് വഹൻവതിയുടെ നിർദ്ദേശമായി തന്നെ അവസാനിക്കും. കാരണം അത് ആ ന്യൂക്ലിയർ ലയബിലിറ്റി ബില്ലിൽ നിന്നും സെക്ഷൻ 17B, അതായത് ന്യൂക്ലിയർ റിയാക്ടറുകൾ നൽകുന്ന വിതരണക്കാരെ ഒഴിവാക്കിയാൽ അത് തീർച്ചയായും രാജ്യ താല്പര്യത്തിന് വിരുദ്ധമാണ്. കാരണം അത്തരം ഒരു അപകടം ഉണ്ടാക്കുന്നതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും റിയാക്ടറുകൾ നൽകുന്ന വിദേശ രാജ്യങ്ങൾക്ക് ഒഴിവാകാൻ അത്തരം സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കുന്നത് തെറ്റാണ് എന്നാണ് എൻ്റെ ഉറച്ച അഭിപ്രായം. ഇന്ന് കേന്ദ്ര ആണവ മന്ത്രാലയത്തിൻ്റെ പത്രക്കുറിപ്പ് വ്യക്തമാക്കുന്നത് അത്തരം ഒരു നീക്കത്തിനും ഇന്ത്യ തയ്യാറല്ല എന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് 2008 ഇൻഡോ അമേരിക്കൻ ന്യൂക്ലിയർ ഡീലിൻ്റെ കാലഘട്ടം മുതൽ തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, അമേരിക്ക മാത്രമല്ല റഷ്യയും ഫ്രാൻസും ഒക്കെ തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ഇന്ത്യയോട് ഈ സെക്ഷൻ 7B ഒഴിവാക്കി ഈ ആണവ വിതരണക്കാരെ അതിന്റെ ബാധ്യത ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇന്ത്യ ഗവൺമെന്റ് ഇതുവരെ വഴങ്ങിയിട്ടില്ല. ഇപ്പോൾ തിരിച്ചു വരാം VT പത്മനാഭനിലേക്ക് ഒരിക്കൽ കൂടി. ശ്രീ VT പത്മനാഭൻ, താങ്കൾ എന്ത് കരുതുന്നു? ഇൻഡോ അമേരിക്കൻ ആണവ കരാറിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യ ഗവൺമെന്റ് ഇപ്പോഴുള്ള ബാധ്യതാ നിയമത്തിലെ വ്യവസ്ഥകൾക്കനുസരിച്ച് അതിൻ്റെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കും എന്ന് വിശ്വസിക്കാൻ സാധിക്കുമോ താങ്കൾക്ക്? എനിക്കങ്ങനെ വിശ്വസിക്കാൻ സാധിക്കില്ല. അവരാകെ ചെയ്യുന്നത് അവരുടെ നാട്ടിലെ ഈ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഒന്നും ഇപ്പോൾ ആരും സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് കഴിയുന്നത്ര ഇന്ത്യയിലും മറ്റ് 3-4 രാജ്യങ്ങളിലും വിറ്റ് ആക്സിഡൻറ്റും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് സഹിച്ചുകൊള്ളണമെന്നാണ്. അവർ 3 പൈസ നമുക്ക് തരാൻ പോകുന്നില്ല. ഇത് അങ്ങേയറ്റം രാജ്യദ്രോഹപരമായ നിലപാടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇപ്പോൾ എടുക്കുന്നത്. ഇതിൽ നിന്ന് ഗവൺമെൻറ് പിന്മാറിയേ പറ്റൂ. VT പത്മനാഭൻ, ഒരു കാര്യം കൂടി, ഈ നിയമത്തിലെ ഏറ്റവും വിവാദപരമായ മറ്റ് 2 സംഗതികളുണ്ട്. ഒന്ന്, 10 വർഷത്തിന് ശേഷം, ആണവ ദുരന്തമുണ്ടായി 10 വർഷത്തിന് ശേഷം ഇരകൾക്കോ ഓപ്പറേറ്റർക്കോ
അതിൽ നഷ്ടപരിഹാരം ക്ലെയിം ചെയ്യാൻ സാധിക്കില്ലെന്ന ക്ലോസ് 1. 2, ഈ കേസ് രാജ്യത്തെ സിവിൽ കോടതികളിൽ ഉന്നയിക്കാൻ സാധിക്കില്ല. പകരം ചില ദുരന്ത നിവാരണ കമ്മീഷനുകൾ അമേരിക്കൻ മാതൃകയിൽ സ്ഥാപിച്ചുകൊണ്ടാണ് ഈ കേസ് മുന്നോട്ട് പോവുക എന്ന്. ഇത് രണ്ടും യഥാർത്ഥത്തിൽ ദുരന്തത്തിന് ഇരയാവുന്നവരുടെ മേലുള്ള മറ്റൊരു പരിഹാസമല്ലേ? ശരിയാണ്. ഈ 10 വർഷത്തിൻ്റെ ക്യാപ്പ് ഇടുന്നത് നമ്മൾ 1945 ഹിരോഷിമയിൽ ഒരു ബോംബിട്ടത്. ആ ബോംബിൻ്റെ റേഡിയേഷൻ കൊണ്ട് ഇന്ന് 2012-ലും 2013 പോലും ആൾക്കാർ ക്യാൻസർ കൊണ്ട് മരിക്കുകയാണ് ഇവിടെ. കോമ്പൻസേഷൻ നിങ്ങൾ ക്ലെയിം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാലേ ക്ലെയിം ചെയ്യാൻ പറ്റൂ. അത് റേഡിയേഷൻ ഏറ്റു കഴിഞ്ഞ് 50, 60, 70 വർഷങ്ങൾക്ക് ശേഷം പോലും സംഭവിക്കാറുണ്ട്. ഈ 10 വർഷത്തെ ക്യാപ്പ് എന്ന് പറയുമ്പോൾ ഹിരോഷിമ നാഗസാക്കിയിലെ പഠനങ്ങളിൽ നിന്ന് തെളിഞ്ഞത് മൊത്തം ഉണ്ടാകാൻ പോകുന്ന ക്യാൻസറിൻ്റെയും ജനറ്റിക് ഡിസോർഡേഴ്സിൻ്റെയും 10-15% മാത്രമേ 10 വർഷങ്ങൾക്കകം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. രാജേഷിലേക്ക് അവസാനമായി സമയക്കുറവുകൊണ്ട് ഇടപെടുകയാണ്. MP രാജേഷ്, ഇവിടെ ലിജു പറഞ്ഞു കഴിഞ്ഞു, ഈ സപ്ലയേഴ്സിനെ ഈ ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കുന്നത് രാജ്യത്തെ ജനങ്ങളോടുള്ള വഞ്ചനയായിരിക്കുമെന്ന് ലിജുവിനും അഭിപ്രായമുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ UPA സർക്കാർ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ ഊർജ്ജ രംഗത്ത് കൂടുതൽ വിദേശ മൂലധനം കൊണ്ടുവരിക മാത്രമേ രക്ഷയുള്ളൂ എന്ന് കഴിഞ്ഞ മാസം തന്നെ പ്രധാനമന്ത്രിയും P. ചിദംബരവും ഒക്കെ പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് തന്നെ പ്രധാനമന്ത്രി പറയുന്നത് രാജ്യത്തെ സാമ്പത്തിക മേഖല ശക്തി പ്രാപിക്കണമെങ്കിൽ കൂടുതൽ ശക്തമായ രീതിയിൽ ഊർജ്ജോൽപാദനവും ഊർജ്ജ വിതരണവും നടക്കേണ്ടത് ഉണ്ട് എന്നാണ്. യഥാർത്ഥത്തിൽ ഇതല്ലാതെ UPA സർക്കാരിന് മറ്റെന്താണ് വഴി വിദേശ മൂലധനം ആകർഷിക്കാൻ? മറ്റേത് മേഖലയിലാണ് ഇനി വിദേശ മൂലധനം വരാനുള്ളത്? ഒന്ന്, വിദേശ മൂലധനം ആകർഷിച്ചുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയൂ എന്ന ചിദംബരത്തിന്റെയും മൻമോഹൻ സിംഗിന്റെയും ധാരണ നിങ്ങൾ എങ്ങനെയാണ് തൊണ്ട തുറന്ന് വിഴുങ്ങുന്നത്? ആ കാഴ്ചപ്പാട് തന്നെ തെറ്റാണ്. ഞങ്ങളതിനെ അംഗീകരിക്കുന്നില്ല. വിദേശ മൂലധനം കൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാം എന്ന് പറയുമ്പോൾ ഈ പ്രതിസന്ധി ഉണ്ടായതെങ്ങനെ? 91 മുതൽ വിദേശ മൂലധനത്തെ ക്ഷണിച്ചു വരുത്തുന്ന നയം തുറന്നതിന്റെ ഫലമായിട്ട് കൂടിയല്ലേ ഈ പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പ്രതിസന്ധി ഉണ്ടാകാൻ കാരണമായിട്ടുള്ളത് വിദേശ മൂലധനത്തിന്റെ ഇങ്ങോട്ടുള്ള ഒഴുക്കാണ്. പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ പിന്നെയും വിദേശ മൂലധനത്തെ കൊണ്ടുവരാൻ വേണ്ടി അവർക്ക് കൂടുതൽ ഇളവുകൾ കൊടുക്കണം എന്ന് പറയുന്ന വാദം തെറ്റ്. ഇനി ഈ വിഷയത്തിലേക്ക് വരാം, അത് സാമ്പത്തികമാണ്, നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കേന്ദ്ര സർക്കാർ ഏതൊരു ആപത്തിനെയും ഇങ്ങനെ അവസരമാക്കിയെടുക്കുകയാണ്. അമേരിക്കൻ മൂലധനത്തിന്റെ താല്പര്യത്തിന്, വിദേശ മൂലധനത്തിന്റെ താല്പര്യത്തിന് രാജ്യത്തെ അടിയറ വെക്കാനുള്ള അവസരമാക്കി എല്ലാ ആപത്തിനെയും മാറ്റിക്കൊണ്ടിരിക്കുക. സാമ്പത്തിക പ്രതിസന്ധിയെ അതിന് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഉദാഹരണം കൂടി പറയാം. എങ്ങനെ നഗ്നമായി രാജ്യദ്രോഹപരമായ വഞ്ചനാപരമായ നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നു എന്നതിന്റെ ഒരു ഉദാഹരണം നമ്മൾ കണ്ടു. ഈ രാജ്യം മുഴുവൻ ചർച്ച ചെയ്ത, പാർലമെന്റിൽ ദിവസങ്ങളോളം ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് ചില്ലറ വിൽപ്പന മേഖലയിലെ വിദേശ നിക്ഷേപം. അന്ന് ഗവൺമെന്റ് പാർലമെന്റിന്റെയും ജനങ്ങളുടെയും മുമ്പിൽ പറഞ്ഞത് എന്താ? വിദേശ നിക്ഷേപം ഉപാധികളോട് കൂടിയായിരിക്കും സ്വീകരിക്കുക. എന്തൊക്കെയായിരുന്നു ഉപാധികൾ? ഒന്ന്, മെട്രോ നഗരങ്ങളിൽ മാത്രമേ ഉണ്ടാവൂ. 50-60 നഗരങ്ങളിൽ മാത്രമേ ഇത് വിദേശ നിക്ഷേപം അനുവദിക്കുകയുള്ളൂ. മറ്റൊരു ഉപാധി എന്തായിരുന്നു? അതിന്റെ 30% ചെറുകിട മേഖലയിൽ നിന്ന് സോഴ്സിംഗ് നിർബന്ധിതമാക്കും. വേറൊരു ഉപാധി എന്തായിരുന്നു? മൊത്തം ഇൻവെസ്റ്റ്മെന്റിന്റെ പകുതി 50% ബാക്ക് എൻഡ് ഇൻവെസ്റ്റ്മെന്റ്. ഈ ഉപാധികളെല്ലാം വെച്ചു. 2 മാസം മുമ്പ് എല്ലാ ഉപാധികളും എടുത്തു കളഞ്ഞു. ഈ ഉപാധികളെല്ലാം എടുത്തു കളഞ്ഞില്ലേ? ഇപ്പോ ഏത് വിദേശ നിക്ഷേപത്തിനും ചില്ലറ വിൽപ്പന മേഖലയിൽ ഇന്ത്യയിൽ എവിടെയും വന്ന് തുടങ്ങാം എന്ന വ്യവസ്ഥ ഉണ്ടാക്കിയില്ലേ? ഈ ക്യാബിനറ്റിന്റെ തീരുമാനം വന്നത് 2 മാസം മുമ്പല്ലേ? ലിജുവിനും അറിയുന്നതാണല്ലോ. അതുപോലെ പ്രതിരോധ മേഖലയിൽ ഇന്ന് വരെ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരുന്നത് എന്താ? രാജ്യ താല്പര്യം പരിഗണിച്ച് പ്രതിരോധ മേഖലയിൽ വിദേശ നിക്ഷേപം അനുവദിക്കില്ല. 100% വിദേശ നിക്ഷേപം പ്രതിരോധ മേഖലയിൽ അനുവദിച്ച ഗവൺമെന്റ് അല്ലേ? രാജ്യ താല്പര്യത്തെ ബലികഴിക്കുന്ന, രാജ്യദ്രോഹപരമായ നിലപാട് സ്വീകരിക്കുന്ന, രാജ്യത്തെ സാമ്രാജ്യത്വത്തിന് ഒറ്റുകൊടുക്കുന്ന ഗവൺമെന്റായി UPA ഗവൺമെന്റ് മാറി എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ആണവ ബാധ്യതാ നിയമത്തിൽ വെള്ളം ചേർക്കാനുള്ള ഇപ്പോഴത്തെ നടപടികൾ. ലിജുവിന് മറുപടി വളരെ പെട്ടെന്ന് ലിജു. രാജേഷിനോട് ആരാണ് പറഞ്ഞത് വിദേശ നിക്ഷേപത്തിൽ മാത്രം അധിഷ്ഠിതമാണ് ഇന്ത്യയുടെ സാമ്പത്തിക പദ്ധതികളെന്ന്? നമുക്കറിയാം, അടുത്തൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ 1,80,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ വഴി 1 ലക്ഷം. അതായത് ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ മേഖലയിലും ഊർജ്ജ മേഖലയിലും ശക്തമായ ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ടാണ് ഇന്ത്യയുടെ സാമ്പത്തിക അക്കാര്യം വ്യക്തമാണ് ലിജു പറയുന്നത്. അവസാനമായ ഒരൊറ്റ കാര്യം ലിജു ഇപ്പോഴും പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ആണവ ബാധ്യതാ നിയമത്തിലെ 17B വ്യവസ്ഥ അനുസരിച്ച് തന്നെ കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കും എന്ന് ലിജു ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ?
തീർച്ചയായും ഞാൻ ഉറച്ചു Right, വിശ്വസിക്കുന്നു. ലിജു വളരെയധികം നന്ദി. എം ലിജു, എം ബി രാജേഷ്, വി ടി പത്മനാഭൻ ഈ ചർച്ചയിൽ